നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 10th ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 3/5 ഹരിക്കണം 9/10 എത്രയാണ്? 3/5 ഹരിക്കണം 9/10. ഇവിടെ ഇത് രണ്ട് ഭിന്നസംഖ്യകളാണ് അല്ലെ. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ സംഖ്യയുടെ വ്യുൽക്രമം എഴുതി ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 3/5 ഹരിക്കണം എന്നുള്ളത് മാറ്റി ഗുണിക്കണം ആക്കുക. ഈ രണ്ടാമത്തെ സംഖ്യയുടെ വ്യുൽക്രമം എഴുതുക. 9/10ന്റെ വ്യുൽക്രമം 10/9. ഇനി ഇത് സോൾവ് ചെയ്യാം. 1 5 2 5 10, ഒരു 3 3 3 9. എത്രയാണ് നമ്മുടെ ആൻസർ? 2/3. ഓപ്ഷൻ ബി 2/3 ആണ് ആൻസർ. ഒരു കച്ചവടക്കാരൻ ഒരു ഡസന് 50 രൂപ നിരക്കിൽ ആപ്പിൾ വാങ്ങുന്നു. അയാൾ അത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു. എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പൊ ഇവിടെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കാര്യമാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? കച്ചവടക്കാരൻ ഒരു ഡസന് 50 രൂപ നിരക്കിലാണ് ആപ്പിൾ വാങ്ങുന്നത്. ഒരു ഡസൻ എന്ന് പറയുമ്പോൾ 12 എണ്ണം. 12 എണ്ണത്തിന് എത്രയാണ്? 50 രൂപയാണ് വാങ്ങുന്നത്. 50 രൂപയ്ക്ക് 12 എണ്ണം വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിന് എത്ര രൂപയാണ്? 50 ഡിവൈഡഡ് ബൈ 12. 6 2 12, 25. 25/6 ആണ് വരുന്നത്. 25/6, 4 6 24. ശിഷ്ടം 1. 6 പോകില്ല, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. 10 1 6 ശിഷ്ടം 4. പിന്നെ ഒരു പോയിന്റ് ഇട്ടു. 40 എത്രയാണ്? 6 6 36, പിന്നെയും 4. 40 6 36. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും. 4.166 എന്ന രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. അത് നമുക്ക് എങ്ങനെ എഴുതാം? 4.17 എന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? 4.17 രൂപയാണ്. ഇനി അയാളത് ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ, ഒരെണ്ണത്തിന് അയാൾ വിറ്റ വില എത്രയാണ്? വിൽക്കുന്ന വില എത്രയാണ്? 5 രൂപ. അപ്പൊ വാങ്ങിയത് 4.17 രൂപയ്ക്ക്, വിൽക്കുന്നത് 5 രൂപയ്ക്ക്. അപ്പൊ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. അപ്പൊ ലാഭം എത്രയാണ്? ലാഭം ഈക്വൽ ടു 5 രൂപ മൈനസ് 4.17. 5 മൈനസ് 4.17. 10 പോയാല് 3, 9 പോയാല് 8 കഴിഞ്ഞു. 0.83. അപ്പൊ ലാഭം എത്രയാണ്? 0.83 രൂപ അദ്ദേഹത്തിന് ലാഭമാണ്. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ നോക്കിക്കേ. ഓരോ ആപ്പിളിനും അയാൾക്ക് 0.83 രൂപ ലാഭം കിട്ടുന്നു. ഇതിലെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 5 സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം 55 കിലോഗ്രാം ആണ്. ആ കൂട്ടത്തിൽ നിന്നും 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറിയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എത്രയാണ്? 5 സുഹൃത്തുക്കളുടെ ശരാശരി തന്നിട്ടുണ്ട്. അപ്പൊ ശരാശരി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ ശരാശരി ഭാരം എത്ര തന്നിരിക്കുന്നത്? 55 കിലോഗ്രാം ആണ്. ഇവിടെ 55 കിലോഗ്രാം. എത്ര പേരുടെ? 5 പേരുടെ അല്ലെ. 5 പേരുടെ. 55 ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ 5. അങ്ങനെയാണെങ്കിൽ തുക എത്രയാണ്? ഇതും ഗുണിക്കുക. 55 ഇൻറ്റു 5. 5 25 ശിഷ്ടം 2. 5 25 27. 275. 5 സുഹൃത്തുക്കളുടെ ഭാരത്തിന്റെ തുക 275. ഇനി അതിൽ നിന്നും 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറി. 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറി. അപ്പൊ തുക എത്രയായിട്ട് മാറും? തുക ഈക്വൽ ടു 275 മൈനസ് 70. എത്രയാണ്? 205. ഇനി അപ്പോ 5 സുഹൃത്തുക്കളുടെ ഭാരം 275 ആയിരുന്നു. അതില് 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പിന്മാറുമ്പോ 4 സുഹൃത്തുക്കളുടെ ഭാരത്തിന്റെ തുക എത്രയാണ്? 205. ഇനി പുതിയ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി പുതിയ തുക എത്രയാ? 205 ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം ഇനി 4 ആണ് അല്ലെ. 205 ഡിവൈഡഡ് ബൈ 4. 5 4 20. 5 താഴ്ത്തി 1 4
4 ശിഷ്ടം 1 4 പോവില്ല പോയിന്റ് ഇട്ടു 10 2 4 8 ശിഷ്ടം 2 4 പോവില്ല 0 ഇട്ടു 5 4 20. അപ്പൊ എത്രയാണ് പുതിയ ശരാശരി? 51.25. ഓപ്ഷൻ സി 51.25 കിലോഗ്രാം ആണ് കറക്റ്റ് ആൻസർ. ഒരു പെട്ടിയുടെ 3/5 ആപ്പിളുകളും ബാക്കി ഓറഞ്ചുകളുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിൽ ഉള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്ര? ഒരു പെട്ടിയുണ്ട്, ഒരു പെട്ടി, ഇതൊരു പെട്ടിയായിട്ട് സങ്കല്പിക്കുക. പെട്ടിയുടെ 3/5 5 ഭാഗമാക്കിയാൽ 1 2 3 4 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇത് എത്ര ഭാഗമുണ്ട്? 1 2 3 4 5 ഭാഗമുണ്ട്. 3/5 ആപ്പിളുകളാണ്. അപ്പോ 3 ഭാഗം നമ്മള് ഇതൊരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം. ഇപ്പൊ 3/5 ആപ്പിളുകളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഓറഞ്ചുകൾ? എത്രയാണ്? ഇനി എത്ര ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്? 2 ഭാഗമാണ് ബാക്കിയുള്ളത്. നമുക്ക് ഇവിടെ എഴുതാം ആപ്പിൾ ഓറഞ്ച്. 3 ഭാഗം 3/5 ആപ്പിൾ ആണെങ്കിൽ 2 ഭാഗം ഓറഞ്ചാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിൽ ഉള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓറഞ്ച് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 40 ഓറഞ്ച്. അതായത് 2 ഭാഗമാണല്ലോ 40. 2 ഭാഗം 40 ആയാല് 3 ഭാഗം എത്രയാണ് ആപ്പിളുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 ഭാഗത്തിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ആപ്പിളുകൾ എത്രയാണ്? ആപ്പിള് 3 ഭാഗം. അങ്ങനെയാണെങ്കിൽ 3 ഭാഗം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്രോസ് ചെയ്യുക, 3ഉം 40ഉം കൂടി ഗുണിക്കുക, 2 കൊണ്ട് ഹരിക്കുക. 3 × 40 ഡിവൈഡഡ് ബൈ 2. ഒരു 2 2 2 2 4 0 2 3 6 60. ഓപ്ഷൻ സി 60 ആണ് നമ്മുടെ ആൻസർ. ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമനാണ്. ക്യൂവിന്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിന്റെ സ്ഥാനം എത്രയാണ്? ഒരു കടയുടെ മുന്നിൽ ആകെ 15 പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അതിൽ രഘു മുന്നിൽ നിന്ന് 9ാമനാണ്. ഇങ്ങനെ കുറെ പേരുണ്ട്. അതിൽ രഘുവിന്റെ സ്ഥാനം ഇതാണെന്ന് വിചാരിക്കുക. ഇത് രഘു മുന്നിൽ നിന്ന് എത്രാമതാണ്? 9ാമനാണ്. അപ്പൊ ഇത്രയും ഭാഗമായപ്പോഴേക്ക് 9 പേര് കഴിഞ്ഞു. പിന്നെയും കുറെ പേരുണ്ട്. അപ്പൊ ആകെ 15 പേര്, ഇത്രയും ഭാഗമായപ്പോ 9 പേര്. അപ്പൊ ബാക്കി എത്ര പേരാ ഉള്ളത്? 15 - 9 എത്രയാണ്? 6 പേര്. അപ്പൊ ഇത്രയും ഭാഗത്തുള്ള ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 6 പേരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിന്റെ സ്ഥാനം എത്രയാണ്? അപ്പൊ പിന്നീന്ന് ഇവിടെ 6 പേരുണ്ട്. അപ്പൊ പിന്നീന്ന് വരുമ്പോ ഈ 6 പേര് കഴിഞ്ഞിട്ടാണ് രഘുവിന്റെ സ്ഥാനം. അപ്പൊ രഘുവിന്റെ സ്ഥാനം എത്രയാണ്? 7ാമതാണ്. ഓപ്ഷൻ ബി 7 ആണ് നമ്മുടെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയാകുവാൻ ക്വസ്റ്റ്യൻ മാർക്ക് 7 രീതിയിൽ ക്രമീകരിക്കേണ്ടി വരും. സമവാക്യം എന്താണ്? 30 ക്വസ്റ്റ്യൻ മാർക്ക് 5 ക്വസ്റ്റ്യൻ മാർക്ക് 3 = 18. 30 5 3 = 18. ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കേണ്ടതെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഡിവൈഡഡ് ബൈ പ്ലസ് ആണ് ഇവർ പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നത് 30/5 6 + 3 18 ആണോ? അല്ല, അത് 9 ആണ്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുക. 30 - 5 × 3 18 ആണോ നോക്കുക. 30 - 5 എത്രയാണ്? 25 × 3 18 അല്ല. ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കുക. 30 + 5 - 3 = 18 ആണോ? 30 5 35 - 3 18 അല്ല. 30 5 3 = 18. അപ്പൊ ആദ്യം ഡിവൈഡഡ് ബൈ കൊടുക്കുക, പിന്നെ ഇൻറ്റു കൊടുക്കുക. 30/5 6 6 × 3 18. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 3.6/0.12 x ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? 3.6 ഡിവൈഡഡ് ബൈ 0.12. അപ്പൊ നമുക്കിത് ഇവിടെ ദശാംശ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പൂർണ്ണസംഖ്യ ആയിട്ട് എഴുതണം. നമുക്കിത് 36/12 എന്ന് എഴുതിയാൽ ഹരിക്കാൻ എളുപ്പമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പൂർണ്ണസംഖ്യ ആയിട്ട് എഴുതുന്നത്? ആദ്യം ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കം 6. അപ്പൊ ഇവിടെ 1, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 2 അക്കം ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളെ നമ്മൾ ആദ്യം തുല്യമാക്കണം.
അപ്പൊ മുകളിൽ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, താഴെ 2 സ്ഥാനമുണ്ട്. അപ്പൊ മുകളിൽ ഇനി ഒരു സ്ഥാനം കൂടി വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മുകളിലെ സംഖ്യയുടെ കൂടെ 10 കൊണ്ട് ഗുണിച്ചു. മുകളിൽ ഒരു സ്ഥാനത്തിന്റെ കുറവുണ്ടായിരുന്നു, താഴെ 2 സ്ഥാനമുണ്ട്, അതുകൊണ്ട് മുകളിൽ 10 കൊണ്ട് ഗുണിച്ചു. മുകളിൽ 2 സ്ഥാനത്തെ കുറവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. ഇനി അതുപോലെ താഴെയാണ് കുറവെങ്കിൽ താഴെ ഗുണിക്കണം. ഒരു സ്ഥാനമാണെങ്കിൽ 10 കൊണ്ട്, 2 സ്ഥാനമാണെങ്കിൽ 100 കൊണ്ട്, അങ്ങനെ ഗുണിക്കണം. ഇനി ഇതിനെ ഡയറക്റ്റ് ഗുണിക്കാം. 360/12. ഒരു 12 12, 3 12 36, 0. അപ്പൊ ഓപ്ഷൻ എ 30 ആണ് നമ്മുടെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ഉത്തരം ഏതാണ്? സംഖ്യകൾ ഏതൊക്കെയാണ്? 2/3, 3/5, 5/8. അപ്പൊ ഇതിൽ നമ്മള് സംഖ്യകളുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അംശത്തിൽ 0 കൊടുക്കുക സാധാരണ ചെയ്യുക. ഇവിടെ ഒരു 0 കൊടുത്തിട്ട് ഹരിച്ചു നോക്കും. പക്ഷെ ഈ കേസിൽ എന്താ വരിക? 20/3 6 വരും, 30/5 6 വരും, 50/8 6 വരും. അപ്പൊ ഇത് വർക്കാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 0 കൊടുക്കുക. 200/3, 300/5, 500/8 ചെയ്ത് നോക്കാം. 200/3, 6 3 18, ശിഷ്ടം 2, 6 3 18. പിന്നെ ശിഷ്ടം വരും. ശിഷ്ടമൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് 66 എന്ന് കിട്ടി. 300/5, 6 5 30, 60. 500/8 ചെയ്ത് നോക്കിക്കേ. 500 ഡിവൈഡഡ് ബൈ 8, 6 8 48, ശിഷ്ടം 2 20, 2 8 16, ശിഷ്ടം വരും. നമ്മൾ 62 മാത്രം എടുക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയില്ലേ? 66ഉം 60ഉം 62ഉം. നമുക്ക് എഴുതേണ്ടത് ആരോഹണ ക്രമമാണ്. ആരോഹണ ക്രമം. ആരോഹണം എന്ന് പറയുമ്പോൾ ചെറുതീന്ന് വലുതിലേക്ക് ഇല്ലേ? പർവ്വതാരോഹകർ എന്നൊക്കെ പറയില്ലേ? പർവ്വതം കയറുന്നവരെയാണ് പർവ്വതാരോഹകർ എന്ന് പറയാ. ഇവിടെ ചെറുതീന്ന് തുടങ്ങി വലുപ്പത്തിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുന്നതാണ് പർവ്വതാരോഹണം. അപ്പൊ ആരോഹണ ക്രമം ചെറുതീന്ന് വലുതിലേക്ക്. ഇവിടെ 66, 60, 62 ചെറുതേതാ? 60. അപ്പൊ 60 എവിടുന്നാ വന്നത്? 3/5. അതാണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞ 62, അതായത് 5/8. അത് കഴിഞ്ഞ 66, 2/3. ഇതാണ് ഇവിടെ ആരോഹണ ക്രമം. ഇത് ഓപ്ഷനിൽ ഏതാ വരുന്നത്? 3/5 ലെസ്താൻ 5/8 ലെസ്താൻ 2/3 വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? അനു ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തെക്കോട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്ഷൻ ഓർമ്മ വേണം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. തെക്കോട്ട് എന്ന് പറയുമ്പോ എങ്ങോട്ടാ? താഴോട്ട് അല്ലെ? അപ്പൊ അനു തെക്കോട്ട് 6 മീറ്റർ. അപ്പൊ ഇവിടെ 6 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പൊ അനു ഇവിടെയുള്ളത് ഇടത്തോട്ട് തിരിയുക. അപ്പൊ ഇവിടെയുള്ള ഒരാളുടെ ഇടത് ഭാഗം ഇങ്ങോട്ടല്ലേ? ഇടത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ നടന്നു. ഇങ്ങോട്ട് 8 മീറ്റർ നടന്നു. ഇപ്പൊ അനു ഇവിടെയുണ്ട്. വീണ്ടും ഇടത്തോട്ട്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഇടത്തോട്ട് എന്ന് പറയുന്നത് മുകളിലോട്ട്. അപ്പൊ മുകളിലോട്ട് 6 മീറ്റർ. അപ്പൊ ഈ സ്ഥാനത്തെത്താം. ഇവിടെ 6 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട്. ഇപ്പൊ അനു ഇവിടെയുള്ളത്. ഇവിടെ നിൽക്കുമ്പോ വലത് ഭാഗം ഇങ്ങോട്ടാണ്. വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. ഇപ്പോൾ അവൾ ആരംഭ സ്ഥലത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ആരംഭ സ്ഥലം ഇവിടെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡയറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ ഭാഗം കിഴക്ക്, പടിഞ്ഞാറ്, താഴോട്ട് തെക്ക്, മുകളിലോട്ട് വടക്ക്. അപ്പൊ ആരംഭ ദിശയുടെ ഈ ഭാഗത്തോട്ടല്ലേ അനുള്ളത്. അപ്പൊ ഏത് ഭാഗമാണിത്? കിഴക്ക് ഭാഗം. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 576 എത്രയാണ്? റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 576. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വേണം ചെയ്തു തുടങ്ങാനായിട്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എത്രയാണ്? റൂട്ട് ഓഫ് 576. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 576 എത്രയാണ്? 576 24 ആണ്. 24ന്റെ സ്ക്വയർ അല്ലേ 576 വരുന്നത്. അപ്പൊ നമുക്കിത് 24 എന്ന് എഴുതാം. ഇനിയിപ്പോ ഇത് എത്രയായിട്ട് മാറി? റൂട്ട് ഓഫ് 9 4 13, ഇഷ്ടം 4 1 5 2 7 73. റൂട്ട് ഓഫ് 73 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.